വാർക്കയിൽ പൈപ്പ് ഇടുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല പൈപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ISI മീഡിയം, ISI ഹെവി എന്നുള്ള ഏറ്റവും നല്ല പൈപ്പുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാർക്കയ്ക്ക് കൂടി ക്ഷീണം വരുത്തി നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ വാർക്കയിൽ പൈപ്പ് ഇടിയിൽ. അപ്പോൾ ആ ഇടുന്ന പൈപ്പ് നമുക്ക് ഒരു പൊട്ടലോ ബ്ലോക്കുകളോ ഇല്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഏറ്റവും സുരക്ഷിതമായ മാർഗ്ഗമാണ് ഏറ്റവും നല്ല മെറ്റീരിയൽ ISI മെറ്റീരിയലായിട്ടുള്ള പൈപ്പുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ കൂടുതലായിട്ട് പൈപ്പുകൾ വാർക്കയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കുറച്ച് പൈപ്പുകൾ അത്യാവശ്യം ഫാനിന്, ആദ്യകാലങ്ങളിൽ ഫാനിന് മാത്രമാണ് പൈപ്പിടിയിൽ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഫാന് മറ്റ് എല്ലാ മേഖലയിലേക്കും ഒരു ലൈറ്റ് വേണമെങ്കിൽ കൂടി അത് ഭിത്തിയിൽ കൂടി വെട്ടാൻ തയ്യാറാകാതെ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയും റേറ്റ് താത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ വാർക്കയിൽ മൊത്തം പൈപ്പും വലിച്ചു കയറ്റി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വാർക്കയ്ക്ക് വളരെയേറെ ബലക്ഷതം ഉണ്ടാക്കും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട DBയിൽ നിന്ന്, മെയിൻ സ്വിച്ചിൽ നിന്ന് നമുക്ക് ദൂരേക്ക് പോകേണ്ട സർക്യൂട്ടുകളോ അല്ലെങ്കിൽ മീറ്ററിലേക്കുള്ളതോ അല്ലെങ്കിൽ AC അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട അത്യാവശ്യം പൈപ്പുകൾ മാത്രം നമ്മൾ ഇടുക. ലോങ് ഡിസ്റ്റൻസിലുള്ള പൈപ്പുകൾ മാത്രം ഇടുക. ബാക്കി നമ്മൾ ഭിത്തിയിലൂടെ മാത്രം വെട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പൈപ്പ് ഇടുമ്പോൾ അത് ഏറ്റവും അടിയിൽ തട്ടിനോട് ചേർത്ത് പൈപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പൈപ്പ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും അടിയിൽ വരുന്ന കമ്പിക്ക് മുകളിലൂടെ 2 കമ്പികൾക്കിടയിലൂടെയോ ആയിട്ട് പൈപ്പ് വലിച്ചിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ താഴെ പൈപ്പ് തട്ട് പൊളിക്കുന്ന സമയത്ത് പൈപ്പ് തെളിഞ്ഞു വരാനും നമുക്ക് തേപ്പിലല്ല അത് ശരിക്കും വർഷങ്ങൾക്ക് ശേഷം പ്രകടമായിട്ട് കാണുവാനുമായിട്ട് ഇടവരും. അതിനാൽ 2 കമ്പികൾക്കിടയിലൂടെ മാത്രം പൈപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമുക്ക് ഡീപ്പ് ജംഗ്ഷനാണ് മിക്കവരും തന്നെ വാർക്കയിൽ പൈപ്പ് ഇടുമ്പോൾ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ആ പ്രവണത നമ്മളൊരു പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു സമയമായി. കാരണം 3 ഇഞ്ച് ഓളം വരുന്ന ഒരു ഡീപ്പ് ജംഗ്ഷൻ 4 ഇഞ്ച് വാർക്കയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെയേറെ വാർക്കയ്ക്ക് ക്ഷീണമുണ്ടാക്കുകയും, ഇപ്പോൾ ഒരു നില വീടിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കാലാകാലങ്ങൾക്കുള്ളിൽ അത് ലീക്ക് ഉണ്ടാകാൻ വളരെയേറെ സാധ്യത കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കി സാധാ ജംഗ്ഷൻ ബോക്സ് നമുക്ക് തട്ടിനോട് ചേർത്ത് വെച്ചിട്ട് ജംഗ്ഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ പൈപ്പ് വളച്ച് ഇതിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആദ്യമേ കുറേ കഷ്ടപ്പാടാണെങ്കിലും അത് ആർക്ക് ശീലിച്ചു കഴിഞ്ഞാൽ വളരെയേറെ എളുപ്പവുമായിരിക്കും. ക്ലയൻറ്റിനും ഏറ്റവും നല്ലത് അതുതന്നെ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് ജംഗ്ഷൻ LED എല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട്. അപ്പം ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, അപ്പം താല്പര്യമില്ലാത്തവർ ഉപയോഗിക്കേണ്ട. പക്ഷേ ഈ ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒരേ അകലത്തിലും ഒരേ ലെവലിലും ഇത് ലഭിക്കാനായിട്ട് നമ്മൾ ജംഗ്ഷൻ ബോക്സുകൾ കൃത്യമായിട്ട് കമ്പി ഉപയോഗിച്ച് കെട്ടി ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ ഉറപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വാർക്കയ്ക്ക് ശേഷം ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരേ നിരയിലാവുകയും ഒരേ അകലത്തിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പം അതല്ല എങ്കിൽ സീലിംഗ് തട്ട് പൊളിച്ചതിന് ശേഷം നമ്മൾ താഴെ പിന്നെയും വാർക്ക വെട്ടി ലൈറ്റുകൾ നേരെയാക്കേണ്ട സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ജംഗ്ഷൻ ബോക്സുകളെല്ലാം കൃത്യമായിട്ട് കെട്ടി ഉറപ്പിച്ച് വയ്ക്കുക. നമ്മൾ ഇടുന്ന പൈപ്പുകൾ കൃത്യമായിട്ട് ഏറ്റവും അടിയിലത്തെ കമ്പിയോട് ചേർത്ത് നന്നായിട്ട് കെട്ടി ഉറപ്പിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ കമ്പികളെല്ലാം പിടിച്ച് വാർക്കയുടെ സമയത്ത് പൊക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈപ്പുകൾ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ ഈ പൈപ്പുകൾ നമ്മൾ ജംഗ്ഷനിലോ അല്ലെങ്കിൽ ജോയിൻറ്റുകളോ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നന്നായിട്ട് ഒട്ടി എന്ന് ഉറപ്പാക്കിയ ശേഷം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. കാരണം പൈപ്പുകൾ ഇതിൽ നിന്ന് ഊരിപ്പോയാൽ നമുക്കൊരിക്കലും പിന്നെ ഇത് തെളിയിച്ചെടുക്കാനോ ബ്ലോക്കുകളോട് കൂടിയേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒട്ടിച്ച് നന്നായിട്ട് ഉറപ്പ് വരുത്തി കെട്ടി ഈ പൈപ്പുകൾ യഥാസ്ഥാനത്ത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ അത് ലൈസൻസ് ഉള്ളവർക്ക് തന്നെ വർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വർക്ക് അറിയാവുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് ലൈസൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൈപ്പറ്റി നമുക്ക് വർക്ക് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ലൈസൻസ് എന്ന് പറയുമ്പോൾ അത്
വയർമാൻ ലൈസൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കോൺട്രാക്ട് ലൈസൻസ് ഉണ്ട്. അപ്പോൾ വയർമാൻ ലൈസൻസും കോൺട്രാക്ട് ലൈസൻസും ഉള്ള ഒരാൾക്കാണ് പൂർണ്ണമായിട്ടും ഒരു വീട് എടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം വയർമാൻ ലൈസൻസ് അല്ലെ വയർമാൻ പെർമിറ്റ് ഉണ്ടെങ്കിൽ ആ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കോൺട്രാക്ടറുടെയോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെയോ മേൽനോട്ടത്തിൽ നമുക്കത് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെയോ സൂപ്പർവൈസറുടെയോ മേൽനോട്ടത്തിൽ വേണം നമുക്കത് ആ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കോ സൂപ്പർവൈസർ ലൈസൻസോ ഉള്ള ഒരാൾക്ക് ഒരു വർക്ക് വീട് പൂർണ്ണമായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വയർമാൻ്റെ സീലും ഒപ്പും ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെ സീലും ഒപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോർഡിൽ ഈ ബോർഡ് അപേക്ഷ അപ്രൂവലായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വർക്ക് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ലൈസൻസ് ഇല്ലാത്തവരുമുണ്ട്. അപ്പം അവർ കൂടി എല്ലാവരും തന്നെ ഈ ലൈസൻസ് എടുത്ത് നല്ല സിൻസിയറായിട്ട് ക്ലയൻറ്റിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അതിനൊരു ഉദാഹരണം, നമ്മളൊരു ടാക്സി വിളിക്കുകയാണ്. അപ്പോൾ ടാക്സി വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ വിളിക്കുന്ന ആളോട് നേരുള്ള ഒരു ഡ്രൈവറാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് ലൈസൻസ് ഉണ്ടാവും. അവർ ലൈസൻസോട് കൂടി തന്നെ വരികയുള്ളൂ. അപ്പോൾ ലൈസൻസ് ഇല്ല എങ്കിൽ അവർ ആ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ലൈസൻസ് എടുത്തിട്ടേ വാഹന ഫീൽഡിലേക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ എന്താണെന്നറിയില്ല, പലർക്കും ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. ഇതൊരു കഷ്ടപ്പാടുള്ള പണികളൊന്നുമല്ല. ഇത് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ വെച്ച് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലൈസൻസ് വർക്ക് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് കുറേ അറിയാവുന്നവർക്ക് ഇത് കിട്ടും. വർക്ക് അറിയുക എന്നുള്ളതാണല്ലോ നമ്മളൊരു വർക്ക് എടുത്ത് ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് തെളിയിക്കുന്ന കാര്യമാണ് ഈ ലൈസൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾക്കും ലൈസൻസ് ഇല്ലാത്ത ആൾക്കും ചിലപ്പം വർക്ക് അറിയാവുന്ന ആൾക്കാർ കൂടുതലായിട്ടും ചിലപ്പം ലൈസൻസ് ഇല്ലാത്തവരിലും കണ്ടെന്ന് വരാം, എക്സ്പീരിയൻസ് കൊണ്ട്. അപ്പോൾ അത് നമുക്ക് വർക്ക് ഒരാൾക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻപ് അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ ഒന്ന് പോയി കാണുകയും അവരോട് വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ അവരെക്കുറിച്ച് നമുക്ക് ലഭിക്കും. അപ്പം എല്ലാവരും നല്ലത് പറയണമെന്നല്ല, പല രീതിയിൽ പല പ്രശ്നങ്ങളാൽ പലതും പറയാം. പക്ഷേ ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് വീടിന് പണി കൊടുക്കുന്നതായിരിക്കും, വർക്കുകൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം ഒരു വീട് ചെയ്ത് ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വളരെയേറെ വീടിനെ ബാധിക്കും. വീണ്ടും ഭാരിച്ച ചിലവുകളിലേക്ക് ആ വർക്ക് പോകാനും കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വരുന്നു, അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെയേറെ നമുക്ക് പണി കുറച്ച് ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പം 4 പൈപ്പിൽ കൂടെ പോകേണ്ട വയറുകൾ ഒരു പൈപ്പിൽ കൂടെ വിടാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടെല്ലാം എർത്ത് ലീക്കേജുകളെല്ലാം ധാരാളമായിട്ടുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ശരിയാണ്, പണിക്കുറവ് വരുന്നു, റേറ്റ് കുറച്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൂടെ നമ്മൾ ക്ലയൻറ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നവരാണെങ്കിലും ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ റേറ്റ് താഴ്ത്തി പിടിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ റേറ്റ് താഴ്ത്തി ചെയ്തു കൊടുക്കുക. പക്ഷേ വർക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പണിയിൽ അതിൻ്റെ കുറവ് വരാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലയൻ്റ് ആണെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വീട് ചെയ്യാനുള്ള തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അവിടെ ആദ്യം വർക്കിന് വരുന്നവരോ അല്ലെങ്കിൽ ബിൽഡേഴ്സ് പറയുന്നതോ കേട്ടിട്ട് ചെയ്യാതെ നമ്മളുടേതായ ഒരു അന്വേഷണമൂടെ നടത്തി അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ വിളിച്ചാൽ വരുന്ന ഇലക്ട്രീഷ്യനെ നമ്മൾ ഇതിനു വേണ്ടി നിയോഗിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വരുന്നവർ വർക്ക് ചെയ്തിട്ട് പോകും. പിന്നെ അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ തന്നെ അത് സഹിക്കേണ്ടതായിട്ട് വരും. ഒരു ഇലക്ട്രീഷ്യനെ തൊട്ടടുത്ത് വിളിച്ചാൽ ചിലപ്പം വരണമെന്നില്ല, വരാണമെന്ന് നമുക്ക് വാശി പിടിക്കാനും സാധിക്കില്ല. അപ്പം മുമ്പ് ചെയ്തിട്ടുള്ള നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുന്ന സാഹചര്യത്തിനാണ് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണ് ഇതിനു വേണ്ടി നമ്മളത് ഓർഡർ കൊടുക്കുന്നത്. അപ്പം ഈ വർക്കുകൾ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മളത് കൂടുതലായിട്ട് ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റെന്ത് നോക്കിയില്ലെങ്കിലും 10 പേരോടൊന്ന് അന്വേഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് വേണം വല്ല വർക്ക് പോയി കണ്ട് നമുക്ക് വർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ആകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് വർക്ക് പൂർണ്ണമായിട്ടും ആ വർക്ക് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തം തന്നെ നമ്മൾ വിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കുറേയൊക്കെ ഇപ്പോൾ ക്ലയൻറ്റിന് കുറേയൊക്കെ അറിവുകളുണ്ടാകാം, കുറേയൊക്കെ അരമുറിയൊക്കെ കുറേയൊക്കെ അറിയായിരിക്കും.
അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കയറ്റാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അത് അവരുടെ വർക്കിനെയും ബാധിക്കും. അവരത് ചെയ്യാൻ നിർബന്ധിതനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർക്കിനെ ഒരുപാട് ബാധിക്കും. അപ്പം പൂർണ്ണമായിട്ടും അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടി എടുത്ത്, അല്ലെങ്കിൽ നല്ല സജഷൻസ് മാത്രം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിങ് നമുക്ക് സീലിങ്ങിൽ തുടങ്ങി വയ്ക്കാനായിട്ട് സാധിക്കും. വയറിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സീലിങ്ങിൽ നിന്നായിരിക്കും. അപ്പോൾ നല്ലൊരു തുടക്കം നമുക്ക് ആ വീടിൻ്റെ വയറിങ്ങിൽ ചെയ്യാനായിട്ട് സാധിക്കും.